ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മുടെ ആർക്കിൻ്റെ പാർട്ട് 6 7 ഒക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മളിതിൽ പുതിയൊരു ബേസ് സെറ്റാക്കിയിട്ടുണ്ട്. എവിടെ വെച്ചാൽ ആ മഞ്ഞൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ ബേസ് സെറ്റാക്കിയത്. ഈ ടോപ്പിൽ നോർത്തിലാണ് നമ്മൾ പുതിയൊരു ബേസ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് റാപ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ എൻക്യൂൾ എന്ന് പറയുന്ന ജീവി ഉണ്ട്, അതേപോലെ തന്നെ മാമത്ത് ഉണ്ട്. മാമത്തിനെ ഞങ്ങൾക്ക് ഇപ്പോൾ അടുത്ത ടീമാകുന്ന ഭയങ്കര ഈസി, ഞങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡയർ വോൾഫ് ഉണ്ട്. അപ്പോൾ ഡയർ വോൾഫിന് ടീമാക്കാനാണ് കുറച്ച് പണി. ഇവർ ഗ്രൂപ്പായിട്ട് നമ്മൾ ആലസോറസ് ഇറങ്ങുമല്ലോ, അതേപോലെയാണ് ഇവർ ഇറങ്ങൽ. ഗ്രൂപ്പായിട്ട് ഒരു മൂന്നാൾക്കാരായിട്ട് ഇറങ്ങും. അതിൽ ഒരാൾ ആൽഫ ബീറ്റ അങ്ങനെ എന്തോ ആണ്, നല്ല ഹൈ പവറുള്ള നല്ല ഹൈ ലെവലായിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും ടീമാക്കി എടുത്ത് പോകുന്നതാണ്. എങ്ങനെയോ ഒരു ഭാഗ്യത്തിന് ടീമാക്കി നമ്മൾ സാധാ പോലെ തന്നെ റാപ്റ്റർ ബോൾ എറിയുക, നമ്മുടെ ട്രാങ്കർ യൂസ് ചെയ്തിട്ട് അതിനെ അൺകോൺഷ്യസ് ആക്കുക. അതിൻ്റെ എബിലിറ്റി എന്ന് വെച്ചാൽ ലോങ് ജമ്പ് ചെയ്യും, അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. പിന്നെയുള്ള എബിലിറ്റി നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഹൈഡ് ഇഷ്ടം പോലെ കളക്ട് ചെയ്യും. ഹൈഡ് കളക്ടറായിട്ട് നമുക്ക് ഡയർ വോൾഫിനെ യൂസ് ചെയ്യാം. കുറച്ച് അപ്പുറത്തായിട്ട് ഞാൻ ഡയർ വോൾഫിനെ ടീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 70 ലെവല് ഡയർ വോൾഫും അതേപോലെ തന്നെ. അതിനിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് നമ്മൾ സാധാ പോലെ തന്നെ നമ്മൾ ടീം ചെയ്യുക, ബോൾ എറിയുക, അതേപോലെ തന്നെ ട്രാങ്കർ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ടീമായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈറ്റയിൽ പ്രൈം മീറ്റ് അതേപോലെ തന്നെ നമ്മൾ സാധാ മീറ്റ് പ്രൈം മീറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടീമായി കിട്ടും. ഒരു 15 വെച്ചൊക്കെ പെർസെൻറ്റേജ് കയറി കിട്ടും. ഇതിൽ ഈ മഞ്ഞിൻ്റെ അവിടേക്ക് ഇറങ്ങണമെങ്കിൽ കുറച്ച് പ്രത്യേക സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളേക്കില്ല. അതിന് പെല്ലറ്റ് പറഞ്ഞ ഒരു സാധനമാണ്. ആ പെല്ലറ്റിന് കിട്ടണമെങ്കിൽ നമുക്ക് ഈ വോൾഫിനെ കൊന്നാൽ പെല്ലറ്റ് കിട്ടും, അതേപോലെ ആർജൻ ഡേവിസിനെ കൊന്നാലും പെല്ലറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ അറ്റാക്ക് കിടക്കുന്നുണ്ട് ആർജൻ ഡേവിസും വോൾഫും തമ്മിൽ. അപ്പോൾ ഒരു വോൾഫ് നമ്മൾ നേരെ വരുന്നുണ്ട്. സോ നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് ഇവരെ ഫൈറ്റ് ഒന്ന് കണ്ടു നോക്കാം. അത് ആർജൻ ഡേവിസ് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്, കാരണം ഒരുത്തൻ ഡൗൺ ആയി. ആർജൻ ഡേവിസൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ 4-5 വോൾഫുണ്ട്. ഒരു പൂട്ടോവിയ പറഞ്ഞ ഒരു ആനിമലുണ്ട്. ആ പൂട്ടോവിയ ആനിമൽ മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ആനിമലിനെ അറ്റാക്ക് ചെയ്യുന്ന തരം എബിലിറ്റി ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അതാ കൈ തട്ടിയിട്ട് നമ്മുടെ നമ്മുടെ റാപ്റ്റർ ആണെങ്കിൽ പാസീവാക്കി വെച്ചാണ്, ഓർമ്മയില്ലാതെ. നമുക്ക് റൺ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല, ജസ്റ്റ് റൺ ചെയ്യുക, അല്ല പിന്നെ എന്താ ചെയ്യുക, വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ ഡെഡാവും, നമ്മളെ റാപ്റ്റർ ഇപ്പോൾ ഡെഡാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് എങ്ങനെ ഒരു ഡയർ വോൾഫിനെ ടീം ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ഗുഡ് ബൈ.